തങ്ങളുടെ റൗളയിലേക്ക് പോകാൻ വേണ്ടി പുരുഷന്മാർ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. ഇതിങ്ങനെ കാണുമ്പോൾ പച്ചക്കുപ്പയാണ് നമ്മളെ കാണുന്നത്. അതിന്റെ താഴെ ഫാത്തിമ റളിയല്ലാഹുവിന്റെ അന്നത്തെ വീട്ടിലേക്കുള്ള വഴി കാണാം. ഇതില് ഇതിങ്ങനെ കാണും. ഈ കൈസർ ഇളക്കിയാൽ കാണോ? ഈ കൈസർ, എന്റെ ഈ കൈസർ, മൗസിന്റെ കൈസർ ഉള്ള ഭാഗം നോക്കുക. ഈ ഭാഗത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദമു ശരീഫ് ഉണ്ടാവുക. പണ്ടിവിടെ ഈ നമ്മൾ ആദ്യമൊക്കെ പോയപ്പോ ഈ കെട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അള്ളാന്റെ ഹബീബിന്റെ ഖദമു ശരീഫ്, അവിടുത്തെ പവിത്രമായ പാദം, തിരുപാദം ഈ ഭാഗത്താണ് അത് ഉള്ളത് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അത് അറിയുന്ന കുറെ ആൾക്കാർ അവിടെ ചുറ്റുകൂടി അവിടുത്തെ കാൽപാദത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇന്ന് അവിടെ പോലീസുകാരില്ലാത്ത സമയത്ത് നിൽക്കാം, അല്ലാത്ത സമയത്ത് അവരൊന്നും വിടൂല. അപ്പൊ ഈ ഒരു ഭാഗം ആ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കാം. അത് നേരെ റസൂലിന്റെ പച്ചക്കുബ കാണാം. അതിനോട് ചേർന്നിട്ടുള്ള ഈ സ്ഥലത്താണ് ആണുങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്നത്. അവിടെ പോയവർക്ക് ഈ സ്ഥലം കാണുമ്പോ പെട്ടെന്ന് പടച്ചോനെ ഇനിയും എത്തിക്കണേ എന്നുള്ള ചിന്ത ഉണ്ടാവും. പോകാത്തവർക്ക് പടച്ചോനെ ആ പച്ചക്കുബന്റെ ചോട്ടിൽ, പരിസരത്ത് എവിടെ ഇരുന്നാലും പച്ചക്കുബന്റെ ചോട്ടിൽ എന്ന് പറയാം. പച്ചക്കുബന്റെ ചോട്ടിൽ പടച്ചോനെ ഇനിയും ഒരുപാട് തവണ പോയിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേ അല്ലാ എന്നുള്ള ഒരു ചിന്തയോട് കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് കാണിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ അവിടെ ഷറഫാക്കപ്പെട്ട സ്വർഗത്തിൽ നിന്നുള്ള റൗളയാണ് എന്ന് പറയപ്പെട്ട ആ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി വളരെ സന്തോഷത്തോടെ ക്ഷമാപൂർവ്വം കാത്തിരിക്കുന്ന ആളുകളാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. ഇവിടെയൊക്കെ ഉണ്ട് ആളുകൾ ഒക്കെ പ്രത്യേകമായി പാസ്സൊക്കെ വാങ്ങി നേരത്തെ ബുക്ക് ചെയ്ത് അവർക്ക് ഖിദ്മത്ത് കാത്തിരിക്കുന്ന ആളുകൾ, അവർക്ക് ഖിദ്മത്ത് എടുക്കുന്ന ഇവിടുത്തെ നല്ല ഉദ്യോഗസ്ഥന്മാരെയാണ് കാണുന്നത്. മാഷാ അല്ലാഹ്. ഈ കാണുന്ന ഈ ഭാഗത്ത് കൂടെ ഈ ഒരു ഡോറിലൂടെയാണ് അങ്ങോട്ട് പ്രവേശിക്കൽ റൗളയിലേക്ക്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അതായത് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് അവിടുത്തെ മിമ്പറിലേക്ക് പോകുന്ന ആ പള്ളിയുടെ പ്രധാനപ്പെട്ട സ്ഥലം, അവിടുത്തെ ഒരു പ്രാധാന്യം അവിടെ നിന്ന് പറഞ്ഞപ്പോഴേക്കും അതിലൊന്ന് ലയിച്ചു ചേരാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നു. ഹബീബ് അത്രമാത്രം ഇഷ്ടപ്പെട്ട സ്ഥലമാണെങ്കിൽ അവിടെ ഒന്ന് കാണണം, അവിടെ ഒന്ന് ഇരിക്കണം, അവിടെ നിന്നൊന്ന് ദ്വാരക്കണം, ആ ഒരു പവിത്രമായ സ്ഥലത്തൊന്ന് സമയം ചെലവഴിക്കണം എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന നല്ല മനുഷ്യന്മാർ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഇവിടെ വരാത്തവർക്ക് ഒരുപാട് തവണ അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി അവിടെ അതിലേക്ക് ആളുകൾ ഇങ്ങനെ അവിടേക്ക് പോകുന്ന ഒരു വീഡിയോ, ഗോയിങ് ടു റൗള. റൗളയിലേക്ക് ആളുകൾ പോകുന്ന, റൗളയിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് ജനങ്ങൾ പോകുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. ആളുകൾ പോകുന്ന രംഗമാണ് കാണുന്നത്. അതൊന്ന് നോക്കി ശരിക്കും. പ്രായമുള്ളവര്, ചെറുത് വലുത്, പല രാജ്യക്കാര്, നീളുള്ളവര്, കറുത്തവര്, വെളുത്തവര്, എല്ലാവരും സ്വർഗത്തിലേക്ക് പോകുന്നു. ഇവർക്കൊരു ബാച്ചിനൊരു 15-20 മിനിറ്റ് സമയം കിട്ടും. ജമാഅത്ത് നടക്കുന്ന സമയമാണെങ്കിൽ ഏകദേശം 3/4 മണിക്കൂർ, 1 മണിക്കൂർ വരെ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിൽ ഇരിക്കാൻ വേണ്ടി താല്പര്യപൂർവ്വം പോകുന്ന ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. മാഷാ അല്ലാഹ്. ആ മഹാകുബ്ബ, സ്നേഹകുബ്ബയാണ്, ഇഷ്ടക്കുബ്ബ. മാഷാ അല്ലാഹ്. ആ ഡോറിലൂടെ ഇങ്ങനെ പോകുന്നത്. ഈ കൂട്ടത്തിൽ പോകാനുള്ള നമുക്ക് ഒരുപാട് തവണ തൗഫീഖ് നൽകട്ടെ. സ്ത്രീകൾക്ക് ഉള്ളിലൂടെ വേറെ രീതിയിലാണ് വഴി ഉണ്ടാവാറുള്ളത്. അതിന് വേറെ സമയമാണ്. ലോകത്ത് ഒരു വ്യക്തിയുടെ മുമ്പിൽ പോയിട്ട് ജനങ്ങൾ വല്ലാതെ ഇഷ്ടം കൊണ്ട് കരയുന്നത് കാണണമെങ്കിൽ മദീനത്ത് പോകണം. ഇഷ്ടം കൊണ്ട് കരഞ്ഞ് കണ്ണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ അള്ളാന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ വീഡിയോ കാണിക്കാം. സലാം പറയുന്ന, അവിടുത്തോട് സലാം പറയാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ പോകുന്ന, സലാം പറയാൻ പോകുന്ന ഉള്ളിക്കുള്ള വീഡിയോ ഞാൻ എടുക്കാറില്ല. എന്നെ കൊണ്ടത് കഴിയൂല. കാരണം അള്ളാന്റെ ഹബീബിനെ ഉയർത്തി ശരി ഫോട്ടോ എടുക്കാൻ എനിക്ക് പേടിയാണ്. ഞാൻ എടുക്കാറില്ല. ആ ഒരു എൻട്രൻസിലുള്ള വീഡിയോ മാത്രം. ബാബുസലാമിലൂടെ ആണുങ്ങൾ സലാം പറയാൻ വേണ്ടി കേറുമ്പോൾ ആ ഒരു, അത് കുറെ ആൾക്കാർ ഇങ്ങനെ ഫോൺ പിടിച്ചത് കാണാം. ഒരിക്കലും അവിടെ ഫോൺ പിടിക്കാൻ പാടില്ല. എങ്ങനെ ഫോൺ പിടിക്കുക?
ഒരു തങ്ങൾ അവിടെ ഇരിക്കണ്ടെങ്കിൽ അവൾ ഇങ്ങനെ പിടിച്ച് പോകും. ഓ ഫിറോസ തങ്ങളോട് ഇരിക്കണെങ്കിൽ ഫോൺ പിടിച്ച് പോകും? ഇല്ലല്ലോ. അത് ആ തങ്ങൾ ചൂടാവില്ലെന്ന് വിചാരിക്കൂലേ? തങ്ങന്മാരെ മൊത്തം നേതാവല്ലേ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ഇനി ഒന്ന് ഞാൻ പറഞ്ഞുതരാം, അള്ളാന്റെ ഹബീബ് അത് പ്രശ്നമാക്കിയില്ല എന്ന് കൂട്ടാ, പക്ഷെ അള്ളാഹു വെറുതെ വിടൂല. ഇത് അള്ളാന്റെ ഹബീബ് അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ പൊരുത്തപ്പെട്ടത് കുട്ടിക്കോ? അല്ല വെറുതെ വിടൂല. എന്റെ ഹബീബിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ തോന്നിയാസം കേട്ടെ, വിടൂല. അദബാണ്. മദീനക്കാരോട് കളിക്കാൻ പാടില്ല. മദീനയിൽ അദബുകേട് കാണിച്ചാൽ, മദീനക്കാരോട് എന്തെങ്കിലും പ്രയാസങ്ങൾ ചെയ്താൽ അത് ഗുരുതരമായ പ്രശ്നമാണ്. മദീനയിൽ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. മദീനയിൽ ആരെങ്കിലും മദീനയിലെ ആളുകളെ ബുദ്ധിമുട്ടിച്ചാൽ, ജാബിർ റളിയല്ലാഹു പറയുന്ന ഒരു ഹദീസിലുണ്ട്, മൻ ആദാ അഹ്ലൽ മദീനത്തി ആദാഹുല്ലാഹു അലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ ലാ യുഖ്ബലു മിൻഹു സർഫു വല അദ്ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും മദീനക്കാരെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനോട് വെറുപ്പിലാവുന്നാണ് പറയുന്നത്. അള്ളാഹു അവനെ ബുദ്ധിമുട്ടിക്കും. അവന്റെ ഫർളും മറ്റു കാര്യങ്ങളൊന്നും സ്വീകരിക്കൂല എന്നാണ് പറയുന്നത്. അത്രമാത്രം ഗൗരവം. മദീന എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, മുത്തറസൂലുള്ള പറഞ്ഞു, ഗുബാറുൽ മദീനത്തി യുരിഉൽ ജുറാം എന്ന് പറഞ്ഞാൽ മദീനത്തെ പൊടിമണ്ണുണ്ടല്ലോ, മദീനത്തെ പൊടി. സാധാരണ ഡ്രസ്സിലായി കഴിഞ്ഞാൽ തട്ടിക്കളയുന്ന സാധനം പൊടി. മദീനത്തെ പൊടി കുഷ്ഠരോഗത്തിന് ശമനൌഷധമാണ്. മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മണ്ണും മദീനത്തെ മരങ്ങളും മദീനത്തെ കല്ലും മദീനത്തെ ചെളിന്ന് പറയാൻ പാടില്ല, മദീനത്തെ എല്ലാം ശിഫയാണ്. ശിഫ കൊണ്ട് പൊതിഞ്ഞ, ബറക്കത്ത് കൊണ്ട് പൊതിഞ്ഞതാണ്. ചില സ്വഹാബത്ത് പറയുന്നുണ്ട്, ഞാൻ മദീനത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കി, ഞങ്ങൾ 20 ആൾക്കാർ കഴിച്ചു. അത്രയും ഭക്ഷണം വേറെ സ്ഥലത്ത് പോയി ഉണ്ടാക്കിയപ്പോ 10 ആക്കേ തികഞ്ഞുള്ളൂ. ഒരു സ്വഹാബി പറയുന്നുണ്ട്. അതേ സാധനം എന്താണ്? മദീനത്തെ ബറക്കത്ത് വേറെ തന്നെയാണ്. കാരണം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബൈത്താണത്.